പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വെൽക്കം ബാക്ക് ടു കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനൽ. എല്ലാ കൂട്ടുകാർക്കും കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ +1 പരീക്ഷ അടുത്തു വരികയാണ്. അപ്പോൾ ഈ +1 പരീക്ഷയ്ക്ക് സാധാരണയായി ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടുള്ള ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇവ തയ്യാറാക്കുന്നതിനുള്ള ഒരു ക്വസ്റ്റ്യൻ സാധാരണയായിട്ട് വരാറുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അത്തരം ഒരു ചോദ്യത്തെ പരിചയപ്പെടുകയാണ്. എങ്ങനെ നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാം, ഒരു ഇല്ലസ്ട്രേഷൻ സഹായത്തോടു കൂടി പഠിക്കാം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. Following is the trial balance of Messrs. KK Traders. You are required to prepare trading and profit loss account for the year ended 31st March 2021 and balance sheet as on that date. നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് തയ്യാറാക്കേണ്ടത്. നമുക്ക് ആദ്യം ഈ ഐറ്റത്തിലൂടെ ഒന്ന് കണ്ടുപിടിച്ച് പോകാം. ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എവിടെ എടുക്കാം? ട്രേഡിംഗ് അക്കൗണ്ട് അല്ലേ. നെക്സ്റ്റ് പർച്ചേസ് എവിടെ എടുക്കും? പെട്ടെന്ന് പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, ദെൻ സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് എവിടെ വരുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട്. പിന്നെ പർച്ചേസ് റിട്ടേൺസ് എവിടെ വരും? ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസിനകത്ത് ലെസ് ചെയ്യണം അല്ലേ. നെക്സ്റ്റ് വേജസ് എവിടെ വരും? ട്രേഡിംഗ് അക്കൗണ്ട്. ദെൻ ക്യാരേജ് ഇൻവേർഡ്സ് ട്രേഡിംഗ് അക്കൗണ്ട്. സാലറീസ് നെക്സ്റ്റ് സാലറീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻഷുറൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് എവിടെ വരും? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് തന്നിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡ് അല്ലേ. ക്രെഡിറ്റ് സൈഡിലാകുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ ഇൻകം ആയതുകൊണ്ട് നമ്മൾ എടുക്കണം ക്രെഡിറ്റ് സൈഡ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ട്, റെന്റ്, കമ്മീഷൻ ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം? ഡെബിറ്റ് സൈഡിലോ ക്രെഡിറ്റ് സൈഡിലോ വരാം. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഡെബിറ്റ് സൈഡിലാണ് തന്നിരിക്കുന്നെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് എടുക്കാം. ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് എടുക്കാം. ഇൻട്രസ്റ്റ്, കമ്മീഷൻ, റെന്റ്, ഡിസ്കൗണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ്, ഈ 4 ഐറ്റംസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും തരാം. ഇപ്പൊ ഡെബിറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ ഈ ഐറ്റംസ് ഒക്കെ ഡെബിറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ഇറ്റ് ഈസ് എ എക്സ്പെൻസ്. ഇനി ഐറ്റംസ് ട്രയൽ ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് തരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എൻ ഇൻകം, സോ ഇറ്റ് വിൽ ബി ടേക്കൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത്തിരി ശ്രദ്ധിച്ചാൽ മതി. ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് എടുക്കാം. ക്രെഡിറ്റ് സൈഡിലാണ് തന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഇവിടെ എടുക്കാം. ബാലൻസ് ഷീറ്റ് അല്ലെ. ഡെറ്റേഴ്സ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡും ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് എടുക്കുന്നത്. നെക്സ്റ്റ് ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്ക് എവിടെ എടുക്കാം? ബാലൻസ് ഷീറ്റ്. ബിൽഡിംഗ് ഈസ് എന്താണ്? ബിൽഡിംഗ് എന്താണ് വരിക? ബിൽഡിംഗ് ഈസ് ആൻ അസറ്റ് അല്ലെ. അസറ്റ് ആകുമ്പോൾ നമ്മൾ എവിടെ ഇട്ടുന്ന പറഞ്ഞാൽ അസറ്റ് ഈസ് ടേക്കൺ ഓൺ ദി ബാലൻസ് ഷീറ്റ്. നെക്സ്റ്റ് ബിൽസ് പേയബിൾ. പേയബിൾ നിന്നും കൊടുക്കാനുള്ളതാകുമ്പോൾ ലയബിലിറ്റി ആണ്, സോ ഇറ്റ് വിൽ ബി ടേക്കൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ദെൻ ക്യാപിറ്റൽ എവിടെ എടുക്കാം? ബാലൻസ് ഷീറ്റില്. ദെൻ ഡ്രോയിങ്സ് എവിടെ എടുക്കും? ഡ്രോയിങ്സ് എവിടെ എടുക്കാം? ബാലൻസ് ഷീറ്റ് ആണ് അല്ലേ. അപ്പൊ ഡ്രോയിങ്സ് എടുക്കുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ എന്താവും? കൂടുമോ കുറയോ? ക്യാപിറ്റൽ കൂടുമോ കുറയും അല്ലെ. കുറയുമ്പോൾ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലിനകത്ത് ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. ഇനി നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് നോക്കുക. അഡീഷണൽ ഇൻഫർമേഷൻ. ക്ലോസിംഗ് സ്റ്റോക്ക് വാസ് ₹12,000. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയൊക്കെ എടുക്കണം? ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ആദ്യം എവിടെ എടുക്കണം? ഇറ്റ് ഈസ് ടേക്കൺ ഇൻ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് trading account, trading account, good. Yeah, when the closing stock is an asset, so it will be taken in the
ബാലൻസ് ഷീറ്റ്. നെക്സ്റ്റ് വേജസ് ഔട്ട്സ്റ്റാൻഡിങ്. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം? വേജസ് ഔട്ട്സ്റ്റാൻഡിങ് കൊടുക്കാനുള്ളത് അല്ലെ, കൊടുക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വേജസിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യണം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആഡ് ചെയ്യണം അല്ലെ. പിന്നെ കൊടുക്കാനുള്ളത് ഇറ്റ് ഈസ് എ ലയബിലിറ്റി, സോ ഇറ്റ് വിൽ ബി ടേക്കൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. നെക്സ്റ്റ് ഇൻഷുറൻസ് പ്രീപെയ്ഡ്. ഇൻഷുറൻസ് മുൻകൂട്ടി കൊടുത്തു അല്ലെ. മുൻകൂട്ടി കൊടുക്കുമ്പോൾ അത് ഏത് വർഷത്തെ ആയിരിക്കും? ഈ വർഷത്തെ ആയിരിക്കോ? അല്ല, അടുത്ത വർഷത്തെ അല്ല. അപ്പൊ അടുത്ത വർഷത്തെ ഈ വർഷത്തെ അക്കൗണ്ട് എടുക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഷുറൻസിനകത്ത് മൈനസ് ചെയ്യണം അല്ലെ, ലെസ് ചെയ്യണം. അപ്പൊ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇൻഷുറൻസ് ലെസ് പ്രീപെയ്ഡ്. ഇനി മുൻകൂട്ടി കൊടുത്തത് കൊണ്ട് എന്തായി മാറും? ഇൻഷുറൻസ് നമ്മൾ മുൻകൂട്ടി പൈസ അടച്ചു അല്ലെ. പൈസ നമ്മൾ മുൻകൂട്ടി അടച്ചതുകൊണ്ട് ഇറ്റ് ബിക്കംസ് അസറ്റ്. അസറ്റ് ആയതുകൊണ്ട് നമ്മൾ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡും എടുക്കണം. നെക്സ്റ്റ് അക്രൂഡ് ഇൻട്രസ്റ്റ്. എന്താ അക്രൂഡ് ഇൻട്രസ്റ്റ്? അക്രൂഡ് ഇൻട്രസ്റ്റ് മീൻസ് ഇൻട്രസ്റ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. നമ്മൾ കിട്ടാൻ കാലാവധിയായി പക്ഷെ കിട്ടിയില്ല, കിട്ടാനുള്ളത് പക്ഷെ കിട്ടിയില്ല. അപ്പൊ അങ്ങനെ പോലെ ഏത് വർഷത്തെയാണ്? ഈ വർഷം ലഭിക്കാനുള്ളത് അല്ലെ. ഈ വർഷത്തെ കിട്ടാനുള്ളത് ഈ വർഷം കിട്ടിയില്ല. അപ്പൊ കിട്ടിയാതെ കിട്ടിയില്ലെങ്കിൽ അതെന്താണ്? ഈ വർഷത്തെ ഇൻകം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റിന്റെ കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇൻട്രസ്റ്റ് ആഡ് അക്രൂഡ് ഇൻട്രസ്റ്റ്. ഇത് നമുക്ക് കിട്ടാനുള്ളത് കൊണ്ട് ഇറ്റ് ഈസ് എ അസറ്റ്. കിട്ടാനുള്ളതെല്ലാം അസറ്റും കൊടുക്കാനുള്ളതെല്ലാം ലയബിലിറ്റീസുമാണ്. അത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കപ്പെടും. കിട്ടാനുള്ളതെല്ലാം അസറ്റും കൊടുക്കാനുള്ളതെല്ലാം ലയബിലിറ്റീസുമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ കിട്ടാനുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കൂടി കാണിക്കാം. നെക്സ്റ്റ് ഡിപ്രിഷിയേറ്റ് ബിൽഡിംഗ് അറ്റ് 10% പെർ ആനം. അപ്പൊ ബിൽഡിംഗിന്റെ 10% ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം അല്ലെ. ഡിപ്രിസിയേഷൻ നമ്മൾ എവിടെ എടുക്കാം? ഡിപ്രിസിയേഷൻ എവിടെ എടുക്കും? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അല്ലെ. ഡിപ്രിസിയേഷൻ ഈസ് ട്രീറ്റഡ് ആസ് എൻ എക്സ്പെൻസ്. ഡിപ്രിസിയേഷൻ നമ്മൾ ചെലവായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് ഡിപ്രിസിയേഷൻ എടുക്കേണ്ടത്. അത് കൂടാതെ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ വരുമ്പോൾ അസറ്റിന്റെ വാല്യൂ എന്താവും? ബിൽഡിംഗിന്റെ വില എന്താവും? കൂടെ കുറയോ? കുറയും. അപ്പൊ ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യണം? ബിൽഡിംഗ്സിനകത്ത് ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അത് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വരയ്ക്കാം. ഹെഡിങ് കൊടുക്കുക. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2021. രണ്ട് സൈഡാണ്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസസ് ഓർ ലോസസ് എമൗണ്ട്, ക്രെഡിറ്റ് സൈഡിൽ റവന്യൂ ഓർ ഗെയിൻസ് എമൗണ്ട്. അത് ട്രേഡിംഗ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ട്രേഡിംഗ് കൂടി സ്റ്റാർട്ട് വിത്ത് അത് എന്താ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം? എന്ത് വെച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെ. ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കാം ആദ്യം. ഒന്നാമത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഏത് സൈഡ് എടുക്കുന്നത്? ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ്? ഡെബിറ്റ് സൈഡ്. ഗുഡ്. അപ്പൊ നമ്മൾ ഡെബിറ്റ് സൈഡ് ഒന്നാമത്തെ ആയിട്ട് ചെയ്തോ. ഓപ്പണിംഗ് സ്റ്റോക്ക് എമൗണ്ട് 30,000. നോക്കോ, നമുക്ക് ഇതിനകത്ത് ഇനി വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നാമത്തെ ഡയറക്റ്റ് എക്സ്പെൻസ് പർച്ചേസ് ആണ് അല്ലെ. പർച്ചേസ് ആണ്. പർച്ചേസിനകത്ത് എന്ത്? പർച്ചേസ് റിട്ടേൺസ് ഉണ്ട്. പർച്ചേസ് റിട്ടേൺസ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പൊ അടുത്ത ഐറ്റം ഡെബിറ്റ് സൈഡ് ചെയ്തോ. പർച്ചേസ് എമൗണ്ട് ഇതിന്റെ 14,000 താഴെ ലെസ് റിട്ടേൺസ് 1,500 മൈനസ് കിട്ടുന്ന എമൗണ്ട് 12,500 എമൗണ്ട് കൊടുത്തിനകത്ത് കാണിക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ നോക്കാം. അടുത്ത ഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയാണ് ഇപ്പോൾ എന്താ വരുന്നത്? പിന്നെ വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ഏതാ? വേജസ് അല്ലെ. വേജസിന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ നോക്കാം. താഴെ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് അല്ലെ. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ വേജസ്. അപ്പൊ അടുത്ത എക്സ്പെൻസ് ചെയ്തോ. ഡെബിറ്റ് സൈഡില് വേജസ് എമൗണ്ട് 2,000 കൊടുത്ത് എഴുതുന്നു. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 1,000 എമൗണ്ട് കൊടുത്ത് 3,000. ഇനി വേറെ എന്തെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നുണ്ടോ? ഉണ്ടോ? carriage inward. വെരി ഗുഡ് അല്ലെ. carriage inwards. carriage inward ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അടുത്തായിട്ട് എഴുതാം. ഡയറക്റ്റ് എക്സ്പെൻസ് താഴെ
അതിന് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ക്യാബേജ് ഇൻവേർഡ് എമൗണ്ട് 1000. ഇനി വേറെ ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യാം, ഇൻകം സൈഡ് അല്ലെ, ഇൻകം സൈഡ് എന്താ വരുന്നത്, ആദ്യം സെയിൽസ് അല്ലെ, സെയിൽസ് റിട്ടേൺസ് ഉണ്ടോ, സെയിൽസ് റിട്ടേൺസ് പറഞ്ഞിട്ടില്ല അല്ലെ, അതുകൊണ്ട് നമ്മൾ സെയിൽസ് ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഇപ്പൊ ക്രെഡിറ്റ് സൈഡില് അടുത്ത ഐറ്റം സെയിൽസ് എമൗണ്ട് 30,000. ക്രെഡിറ്റ് സൈഡില് സെയിൽസ് എമൗണ്ട് 30,000. ഈ സെയിൽസ് കഴിഞ്ഞാൽ നമ്മൾ എന്താ നമ്മൾ എടുക്കുന്ന ഐറ്റംസ്, ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കുന്ന വേറെ ഐറ്റംസ് ഏതാ, വേറെ ഏത് ഐറ്റംസ് ആണ് ഇനി ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഐറ്റം ക്രെഡിറ്റ് സൈഡ് ചെയ്തോ, ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട് 12,000. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം, ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ എടുക്കുന്ന ഐറ്റം ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക്, പിന്നെ പർച്ചേസസ്, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത്രയാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും. അപ്പോൾ പർച്ചേസും സെയിൽസും എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത്, പർച്ചേസിനകത്ത് പർച്ചേസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം, അതുപോലെ സെയിൽസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ സെയിൽസിനകത്തും ലെസ് ചെയ്യണം. നമ്മളെ നോക്കാം ഇവിടെ ഏത് സൈഡിലാണ് കൂടുതൽ എടുക്കുക, ഡെബിറ്റ് സൈഡാണോ ക്രെഡിറ്റ് സൈഡോ. ഇപ്പൊ ക്രെഡിറ്റ് സൈഡിൽ 30ഉം 42,000 ഉണ്ട്, ഡെബിറ്റ് സൈഡിൽ 42,500 46,500 ഉണ്ട് അല്ലേ. ഇപ്പൊ ഡെബിറ്റ് സൈഡ് ഒന്നും കൂടെ, അപ്പൊ അതിനകത്താണ് എക്സ്പെൻസ് ഈസ് മോർ ദാൻ റവന്യൂ, ചെലവ് കൂടുതലും വരവ് കുറവുമാണ്. അപ്പൊ അങ്ങനെ എന്തായിരിക്കും, പ്രോഫിറ്റ് ഓർ ലോസ്, ലോസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഡെബിറ്റ് സൈഡ് കൂടുതലായതുകൊണ്ട് ഡെബിറ്റ് സൈഡ് ടോട്ടൽ വെക്കാം. ഡെബിറ്റ് സൈഡ് ടോട്ടൽ 46,500. ഇതേ എമൗണ്ടിന് ക്രെഡിറ്റ് സൈഡും ടോട്ടലായിട്ട് എഴുതുന്നു 46,500. ഇപ്പൊ 46,500 42,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ലോസ് വരുന്നത് 4,500 രൂപ ലോസ് ആണ്. അപ്പൊ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കുറവായത് കൊണ്ട് എമൗണ്ട് ക്രെഡിറ്റ് സൈഡ് എഴുതാം. പിന്നെ നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്തോ, ക്രെഡിറ്റ് സൈഡിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തോ, ഗ്രോസ് ലോസ്. വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നു ഗ്രോസ് ലോസ് ക്യാരി ഡൗൺ 4,500. അപ്പൊ ഈ പ്രോബ്ലത്തിനകത്ത് നഷ്ടമാണ് അല്ലെ, ലാഭമല്ല നഷ്ടമാണുള്ളത്. അപ്പൊ നഷ്ടമായതുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡിലാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ എക്സ്പെൻസ് കൂടുതലും റവന്യൂ കുറവുമായത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറൻസ് വരുന്ന എമൗണ്ട് റവന്യൂ സൈഡ് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത് 4,500. അപ്പൊ ഇതിനകത്ത് ഗ്രോസ് ലോസ് ക്യാരി ഡൗൺ എഴുതാം. പിന്നെ ട്രേഡിംഗ് അക്കൗണ്ട് ആണ്, നമ്മൾ ഇത് ചെയ്യണം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ നമുക്ക് ക്രെഡിറ്റ് സൈഡിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അത് ഡെബിറ്റ് സൈഡിലേക്ക് വരും. അപ്പൊ താഴെ ഡെബിറ്റ് സൈഡിൽ ഗ്രോസ് ലോസ് ബ്രോ ഡൗൺ 4,500. ഓക്കെ. ഇനി അതിന് ശേഷം നമ്മൾ ബാക്കി വരുന്ന എക്സ്പെൻസ് എന്തൊക്കെയാ നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കാതെ എല്ലാ എക്സ്പെൻസും ഇൻകം നമ്മൾ എടുക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കണം. അപ്പൊ അടുത്ത് വരുന്ന ചെലവ് ഏതാണ്, സാലറീസ് അല്ലെ. സാലറീസിന് വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവിടെ എഴുതിയാൽ മതി. അപ്പൊ നെക്സ്റ്റ് വരുന്ന എക്സ്പെൻസ് നേരത്തെ ഡെബിറ്റ് സൈഡിൽ എഴുതാം. താഴെ സാലറീസ് എമൗണ്ട് 2,200. അടുത്തായിട്ട് നോക്കാം, സാലറീസ് കഴിഞ്ഞാൽ പിന്നെ എന്താ വരുന്നത്, വേറെ അടുത്ത എക്സ്പെൻസ് നോക്കാം. ഇവിടെ നമ്മൾ സാലറീസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഇൻഷുറൻസ് അല്ലെ. ഇൻഷുറൻസ് 800. ഇപ്പൊ ഇൻഷുറൻസിന് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പറയുന്നത് എന്താണ്, ഇൻഷുറൻസ് പ്രീപെയ്ഡ് ₹100. അപ്പൊ ഇൻഷുറൻസ് പ്രീപെയ്ഡ് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം അല്ലെ. നെക്സ്റ്റ് ആയിട്ട് ചെയ്തോ ഇൻഷുറൻസ് എമൗണ്ട് ഇങ്ങനെ കൊടുത്തത് 800. താഴെ ലെസ് പ്രീപെയ്ഡ് എമൗണ്ട് 100. ഡിഫറൻസ് വരുന്ന എമൗണ്ട് 700 എമൗണ്ട് കൊടുത്തത് എഴുതാം. ഇനി വേറെ എന്തെങ്കിലും ചെലവുണ്ടോ നോക്കാം. അപ്പൊ മറ്റ് എക്സ്പെൻസുകളൊന്നും ഇല്ല ഇവിടെ. ഇനി വരുന്നത് അടുത്ത ഐറ്റം ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് നമ്മൾ എടുത്ത് കാണാം ക്രെഡിറ്റ് സൈഡിലാണ്. ക്രെഡിറ്റ് സൈഡിലാകുമ്പോൾ എന്താ പറയുക, ഇൻകം ആണ് അല്ലെ, ഇൻകം ആണ്. അപ്പൊ ക്രെഡിറ്റ് സൈഡാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ആണ് അക്രൂഡ് ഇൻട്രസ്റ്റ് അല്ലെ. ഇൻട്രസ്റ്റ് നമ്മൾ എന്താ പറയുന്നത്, ഇൻട്രസ്റ്റ് കിട്ടാനുള്ളതാണ്. കിട്ടാനുള്ളതായത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റിന്റെ കൂടെ എന്ത് ചെയ്യും, ആഡ് ചെയ്യണം അല്ലെ. നെക്സ്റ്റ് ആയിട്ട് എടുക്കാം, ക്രെഡിറ്റ് സൈഡില് ഇൻട്രസ്റ്റ് 500, ആഡ് അക്രൂഡ് ഇൻട്രസ്റ്റ് 400, എമൗണ്ട് 900. അപ്പൊ ഇൻട്രസ്റ്റ് ആഡ് അക്രൂഡ് ഇൻട്രസ്റ്റ് 400, എമൗണ്ട് കൊടുത്തത് 900. ഓക്കെ. ഇനി നമ്മൾ നോക്കാം എല്ലാ ഐറ്റംസും ഇവിടെ എക്സ്പെൻസും ഇൻകം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മൾ ലാസ്റ്റ് നോക്കാം, അഡ്ജസ്റ്റ്മെന്റ് ഏറ്റവും ലാസ്റ്റ് താഴെ നോക്കാം. നാലാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ഡിപ്രീഷിയേറ്റ് ബിൽഡിംഗ് അറ്റ് 10%. ബിൽഡിങ്ങിന്റെ 10% എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ കാണണം.
അപ്പോൾ ഡിപ്രിസിയേഷൻ കാണുമ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ ഈസ് എ എക്സ്പെൻസ്. എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ ഏത് സൈഡ് കാണിക്കുന്നു? എന്ത് സൈഡ് കാണിക്കാം? ഡിപ്രിസിയേഷൻ ഏത് സൈഡ് കാണിക്കും? ഡെബിറ്റ് സൈഡില് അല്ലെ? താഴെ ഏതാ? ഡിപ്രിസിയേഷൻ ബിൽഡിംഗ്. ബിൽഡിങ്ങിന്റെ 10%. ബിൽഡിങ്ങിന്റെ വില 18,000 രൂപയാണ്. 18,000 10% 1,800. എല്ലാ ഐറ്റംസും കഴിഞ്ഞു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പിന്നെ ഈ ട്രയൽ ബാലൻസ് ഉള്ള എല്ലാ ഐറ്റംസും എടുത്തു കഴിഞ്ഞതിന് ശേഷം അഡ്ജസ്റ്റ്മെന്റ്, ഡിപ്രിസിയേഷൻ അതുപോലെ ഐറ്റംസ് ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യണം. അതുകൂടി കൺസിഡറേറ്റ് വേണം ബാലൻസ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ നോക്കാം ഡെബിറ്റ് സൈഡില് 4,500, 2,200, 700, 1,800 അല്ലെ? അപ്പൊ ഇവരെയും ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പൊ അതിനർത്ഥം എക്സ്പെൻസസ് മോർ ദാൻ ഇൻകം അല്ലെ? റവന്യൂ 900 മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ എക്സ്പെൻസ് ആണ്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് സൈഡ് കൂടുതലായതുകൊണ്ട് ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ എടുക്കാം. ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ 9,200 ആണ്. അപ്പൊ അതേ എമൗണ്ട് തന്നെ അവിടെ എഴുതുന്നു. 9,200 ക്രെഡിറ്റ് സൈഡ് എഴുതാം. 9,200 നമ്മൾ 900 രൂപയാണ് ആകെയുള്ള ഇൻകം. അപ്പൊ അത് ലെസ് ചെയ്യണം. ലെസ് ചെയ്തിട്ട് 8,300 കിട്ടും. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ കുറവായത് കൊണ്ട് ഡിഫറൻസ് വരുന്ന എമൗണ്ട് 8,300 ക്രെഡിറ്റ് സൈഡ് അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് ഇതിന് നമ്മൾ എന്താ എഴുതാം? 8,300 നിങ്ങൾക്ക് എന്താ എഴുതാം? നെറ്റ് ലോസ് അല്ലെ? നഷ്ടമാണ്, മൊത്തത്തിൽ നഷ്ടമാണ്. അപ്പൊ നെറ്റ് ലോസ് 8,300. അപ്പൊ ഇവിടെ എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവും, റവന്യൂ കുറവുമാണ്. അതുകൊണ്ട് നമുക്ക് ഇതിന് ഈ കണക്കിൽ എന്താണ് ഈ പ്രോബ്ലത്തിൽ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 8,300 രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതുപോലെ അടുത്തത് ബാലൻസ് ഷീറ്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് നോക്കാം, ബാലൻസ് ഷീറ്റ് വരയ്ക്കണം. ബാലൻസ് ഷീറ്റ് നമ്മൾ ആദ്യം എടുക്കുന്നത് അസറ്റ്സ് ആണ്. അസറ്റ് സൈഡിൽ നമ്മൾ ആദ്യം കറന്റ് അസറ്റ്സ് എടുക്കാം. കറന്റ് അസറ്റ്സിൽ ഒന്നാമത് ക്യാഷ് അറ്റ് ബാങ്ക്. അപ്പൊ നമ്മൾ ആദ്യം ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നു. ഹെഡിങ് കൊടുക്കാം ബാലൻസ് ഷീറ്റ് അസറ്റ് 31st March 2021. രണ്ട് സൈഡാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലയബിലിറ്റീസും റൈറ്റ് ഹാൻഡ് സൈഡ് അസറ്റ്സ്. ഒന്നാമത്തെ അസറ്റ്സ് പറഞ്ഞു, ഒന്നാമത്തെ ഐറ്റം പറഞ്ഞു ക്യാഷ് അറ്റ് ബാങ്ക് അല്ലെ? ആദ്യം നമ്മൾ അസറ്റ്സ് എടുക്കുന്നത്. അസറ്റ്സിനകത്ത് കറന്റ് അസറ്റ്സ് ആദ്യം എടുക്കാം. കറന്റ് അസറ്റ്സിൽ ഒന്നാമത് വരുന്നത് ക്യാഷ് അറ്റ് ബാങ്ക്. അപ്പൊ അസറ്റ്സ് വരുന്നു ഒന്നാമത്തെ ഐറ്റം ക്യാഷ് അറ്റ് ബാങ്ക് 4,000. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നോക്കാം. ക്യാഷ് അറ്റ് ബാങ്ക് പോയപ്പോ അടുത്ത വരുന്ന ഒരു അസറ്റ് കറന്റ് അസറ്റ്സ് ഏതാണ്? പിന്നെ വരുന്ന കറന്റ് അസറ്റ്സ് നമുക്ക് ഡെറ്റേഴ്സ് അല്ലെ? അപ്പൊ ഡെറ്റേഴ്സ് എടുക്കാം. നെക്സ്റ്റ് ഐറ്റം ഡെറ്റേഴ്സ് എമൗണ്ട് 6,000. ഇനി വരുന്ന അടുത്ത ഒരു കറന്റ് അസറ്റ്സ് ആയിരിക്കും ഡെറ്റേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലാസ്റ്റ് വേണം ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെ? അപ്പൊ അടുത്ത ഐറ്റം വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പൊ നെക്സ്റ്റ് എഴുതാം ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട് 12,000. ഇനി നമ്മളിവിടെ നോക്കാം അഡ്ജസ്റ്റ്മെന്റിലെ രണ്ടാമത്തെ ഐറ്റം നോക്കാം ഇൻഷുറൻസ് പ്രീപെയ്ഡ്. നമ്മൾ മുൻകൂട്ടി ഇൻഷുറൻസ് അടച്ചു അല്ലെ? അപ്പൊ ഇൻഷുറൻസ് മുൻകൂട്ടി പൈസ അടച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ അസറ്റ്. അത് ഒരു കറന്റ് അസറ്റ്സ് ആണ്. കാരണം നമ്മൾ പൈസ അടുത്ത വർഷത്തേക്കുള്ള പൈസ ഈ വർഷം മുൻകൂട്ടി അടച്ചിരിക്കുകയാണ്. അപ്പൊ അടുത്ത് വരുന്ന ഒരു ഐറ്റം പ്രീപെയ്ഡ് ഇൻഷുറൻസ്. നെക്സ്റ്റ് ഐറ്റം എഴുതാം പ്രീപെയ്ഡ് ഇൻഷുറൻസ് 100. അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് നെക്സ്റ്റ് മൂന്നാമത്തെ ഐറ്റം നോക്കാം അക്രൂഡ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് കിട്ടാനുള്ള അല്ലെ? നമ്മൾ കിട്ടാനുള്ളത് എന്താണ്? അസറ്റ് ആണ്. അപ്പൊ ഈ വർഷം കിട്ടുന്ന പലിശയാണ് കിട്ടിയില്ല. അപ്പൊ നമുക്ക് കിട്ടാനുള്ളത് കൊണ്ട് കിട്ടാനുള്ളത് നമ്മൾ എന്തായാലും കൊടുക്കണം? അസറ്റായിട്ട് കണക്കാക്കണം. അപ്പൊ അടുത്ത വരുന്നത് അടുത്ത അസറ്റ് അക്രൂഡ് ഇൻട്രസ്റ്റ് എമൗണ്ട് 400. നെക്സ്റ്റ് ആയിട്ട് ചെയ്തോ അക്രൂഡ് ഇൻട്രസ്റ്റ് എമൗണ്ട് 400. നെക്സ്റ്റ് നോക്കുക നമ്മൾ ഇത്രയും കറന്റ് അസറ്റ്സ് വരുന്നത് ഈ ഫിക്സഡ് അസറ്റ്സ്. ഇവിടെ ഫിക്സഡ് അസറ്റ്സ് ഏതാണുള്ളത് നോക്കാം. പുസ്തകത്ത് ഫിക്സഡ് അസറ്റ്സിന്റെ പ്രധാനമായിട്ട് വരുന്നത് ബിൽഡിംഗ് മാത്രമേ അല്ലെ? ബിൽഡിംഗ്സ് ആണ് ഉള്ളത് 18,000. അതിന്റെ ഡിപ്രിസിയേഷന്റെ 10%. അപ്പൊ അടുത്ത ഐറ്റം ബിൽഡിംഗ്സ് എഴുതുന്നു. എമൗണ്ട് ചെയ്ത ബിൽഡിംഗ്സ് 10,000 സോറി ബിൽഡിംഗ്സ് 18,000. അതിന് എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യണം അല്ലെ? അപ്പൊ താഴെ ലെസ് ഡിപ്രിസിയേഷൻ 1,800. ഡിഫറൻസ് വെച്ചാൽ 16,200. അപ്പൊ ഡിപ്രിസിയേഷൻ ലെസ് ചെയ്ത് കാണിക്കാം. അപ്പൊ ബിൽഡിംഗ്സ് 18,000 ലെസ് ഡിപ്രിസിയേഷൻ 1,800 എമൗണ്ട് 16,200. ഇനി നമ്മള് ഇത്രയും അസറ്റ്സ് ആണുള്ളത്. ഇനി ലയബിലിറ്റി സൈഡില് ആദ്യം നമ്മൾ കറന്റ് ലയബിലിറ്റീസ് എടുക്കും. കറന്റ് ലയബിലിറ്റീസ് ഏതൊക്കെ എഴുതുന്ന ഒന്നാമത്തെ നമുക്ക് ഇവിടെ ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് അല്ലെ? അപ്പൊ ക്രെഡിറ്റേഴ്സിന്റെ 8,000. ഒന്നാമത്തെ ഐറ്റം ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി സൈഡിൽ നമ്മൾ എഴുതാം എമൗണ്ട് ക്രെഡിറ്റേഴ്സ് 8,000.
ആദ്യത്തെ ഐറ്റം ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് 8000. നെക്സ്റ്റ് ആയിട്ട് നോക്കാം. പിന്നെ ഏതാ വരുന്നത് ലയബിലിറ്റീസ് താഴോട്ട് നോക്കാം. നമുക്ക് ബിൽഡിങ്സ് ബിൽസ് പേയബിൾ അല്ലെ, ബിൽസ് പേയബിൾ കൊടുക്കേണ്ടതാണ്, കൊടുക്കേണ്ടത് 3000. അപ്പൊ ബിൽസ് പേയബിളും ലയബിലിറ്റി ആണ്. അപ്പൊ ലയബിലിറ്റി സൈഡിൽ കാണിക്കാം. നെക്സ്റ്റ് ഐറ്റം ബിൽസ് പേയബിൾ 3000. എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടാവും. നമ്മളിവിടെ അഡ്ജസ്റ്റ്മെന്റ് നോക്കാം. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് വേജസ് ഔട്ട്സ്റ്റാൻഡിങ്. വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, വേജസ് കൊടുക്കാനുണ്ട്, എത്ര 1000 രൂപ കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കൊടുക്കേണ്ടതെല്ലാം എന്താണ് ലയബിലിറ്റീസ് ആണ്. അപ്പൊ അടുത്ത ഐറ്റം വരുന്നത് വേജസ് ഔട്ട്സ്റ്റാൻഡിങ്. ലയബിലിറ്റീസ് എഴുതാം. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 1000. ഇത്രയാണ് ലയബിലിറ്റീസ് വരുന്നത്. ഇനി അടുത്ത ഐറ്റം എന്താ നമ്മള് ലയബിലിറ്റി ഐറ്റം എന്താണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ക്യാപിറ്റലിന്റെ കൂടെ നമുക്ക് ഡ്രോയിങ്സ് ഉണ്ട്. അപ്പൊ ഡ്രോയിങ്സ് എന്ത് ചെയ്യണം, ക്യാപിറ്റലിന് ലെസ് ചെയ്യണം. നെക്സ്റ്റ് ഐറ്റം ഡ്രോയിങ്സ് ആദ്യം ചോദ്യം. അപ്പൊ ആദ്യം നമ്മള് ക്യാപിറ്റൽ എടുക്കാം. അപ്പൊ ലയബിലിറ്റി ക്യാപിറ്റൽ 37,000 ഇന്നർ കോഡത്തിൽ എഴുതാം. താഴെ ലെസ് ഡ്രോയിങ്സ് 2000, എമൗണ്ട് 35,000 അവിടെ തന്നെ എഴുതാം. അപ്പൊ ക്യാപിറ്റൽ 37,000. ഡ്രോയിങ്സ് വരുമ്പോൾ ക്യാപിറ്റലിന്റെ വില കുറയും അല്ലെ. ഡ്രോയിങ്സ് വരുമ്പോൾ ക്യാപിറ്റൽ കുറയുന്നതുകൊണ്ട് എന്ത് ചെയ്യാം, ഡ്രോയിങ്സ് ക്യാപിറ്റലിന് ലെസ് ചെയ്യുന്നു. അപ്പൊ 37,000 മൈനസ് 2,000 35,000 ഇന്നർ കോഡത്തിൽ തന്നെ എഴുതുന്നു. നമ്മുടെ നേരത്തെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അല്ലെ. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കിട്ടിയത് അപ്പോൾ നമുക്ക് നെറ്റ് ലോസ് ആണ് അല്ലെ. ഇപ്പൊ നെറ്റ് ലോസ് ആകുമ്പോൾ എന്തോ ക്യാപിറ്റലിന് ഏതെങ്കിലും ലെസ് ചെയ്യോ, ലെസ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മളിവിടെ നെക്സ്റ്റ് ഐറ്റം ഇത് താഴെ ലെസ് നെറ്റ് ലോസ് 35,800 ലെസ് ചെയ്യുന്നു. നമുക്കിടുന്ന എമൗണ്ട് 26,700. അപ്പൊ നെറ്റ് ലോസ് ആയതുകൊണ്ട് ക്യാപിറ്റലിന് ലെസ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് ആണ് ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്യണം. പക്ഷെ നമുക്ക് ഇവിടെ നെറ്റ് ലോസ് ആയത് കൊണ്ട് എന്ത് ചെയ്യാം, 35,000 നെറ്റ് ലോസ് 8,300 മൈനസ് ചെയ്യുന്നു. നമുക്ക് കിട്ടിയ എമൗണ്ട് 26,700 രൂപ എമൗണ്ട് കൊടുക്കുന്നത് കാണിക്കാം. ഇത്രയും ഐറ്റംസ് ആണ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യാം, രണ്ട് സൈഡും ടോട്ടൽ ചെയ്യാം. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യാം. അതിന് നമ്മൾ ലയബിലിറ്റി സൈഡ് ടോട്ടൽ ചെയ്യുന്നു. ലയബിലിറ്റി സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 38,700 ആണ്. ഇനി അതേപോലെ തന്നെ അസറ്റ് സൈഡും ടോട്ടൽ ചെയ്യുന്നു. അസറ്റ് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ 38,700. രണ്ട് സൈഡും അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഈക്വൽ ആയിട്ട് വരണം അല്ലെ. ഇപ്പൊ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രകാരം അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇപ്പൊ രണ്ട് സൈഡും തുല്യമായിട്ട് വരും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിനകത്ത് വരുന്ന പുതിയ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചതിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.